ഇൻഫ്ലേഷൻ ഇൻവെസ്റ്റ്മെന്റുകൾ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ കുറിച്ചുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. മൈസെൽഫ് ജോസ് പ്രകാശ്, NSE സർട്ടിഫൈഡ് ഗോൾഡ് പ്ലാനർ. Myself Dhanya VR, certified financial planner, represent Wealth Plus. We are into wealth management. നമുക്ക് ഒരു 5 ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസിന്റെ ഒരു കമ്പാരിസൺ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ? യെസ്. ഓക്കെ. 2008 എന്ന ഒരു കാലഘട്ടത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നാൽ എന്ത് മാറ്റം ഉണ്ടാക്കാന്നുള്ളത് നോക്കാം. 10 lakhs rupees ഉണ്ട്. ഈ 10 lakhs rupees ഒരു വിവിധ ഇൻസ്ട്രുമെന്റ്, അതായത് ക്യാഷ്, സേവിങ്സ് അക്കൗണ്ട്, അതുപോലെ ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഗോൾഡ്, സെൻസെക്സ്, ഈ 5 ഇൻസ്ട്രുമെന്റ് ആണ് നമ്മളൊരു കമ്പാരിസന് വേണ്ടി യൂസ് ചെയ്യുന്നത്. 2008 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് കമ്പയർ ചെയ്യുന്നത് ഗോൾഡുമായിട്ടാണ്. ഒരു പവൻ ഗോൾഡിന് ഇന്ന് 54,400 rupees ആണ്. അന്ന് ഒരു പവൻ ഗോൾഡിന് 10,000 രൂപ. ദാറ്റ് മീൻസ് 2008 10 ലക്ഷം രൂപ ഉണ്ട് എങ്കിൽ 100 പവൻ വാങ്ങിക്കാൻ പറ്റുമായിരുന്നു. നമ്മൾ 5 ഇൻസ്ട്രുമെന്റിന്റെ കമ്പാരിസണിലേക്ക് വരാം. സപ്പോസ് ഞാൻ ക്യാഷ് ആയിട്ട് ആ ഒരു എമൗണ്ട് അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് നോട്ട്സ് ആയിട്ട് ഹോൾഡ് ചെയ്തിരുന്നാൽ അന്ന് 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ എനിക്ക് 100 പവൻ വാങ്ങിക്കാം. പക്ഷെ അത് ഞാൻ നോട്ട്സ് ആയിട്ട് ഹോൾഡ് ചെയ്തിട്ട് ഇന്ന് ഞാൻ പോയി വാങ്ങിക്കുകയാണ്. എത്ര ഗോൾഡ് വാങ്ങിക്കാൻ പറ്റും? ഇന്നത്തെ വില അനുസരിച്ച് എനിക്ക് വാങ്ങിക്കാൻ പറ്റുന്നത് 18 പവനാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ നഷ്ടം എത്രയാണ്? 82 പവനാണ് എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്, ഞാൻ റൈറ്റ് ഇൻസ്ട്രുമെന്റ് തിരഞ്ഞെടുക്കാത്തതുകൊണ്ട്. അതേസമയം 2008 ബാങ്കിലെ സേവിങ്സ് അക്കൗണ്ടിൽ ഞാൻ ഈ 10 lakhs നിക്ഷേപിച്ചിരുന്നുണ്ടെങ്കിൽ ഇന്ന് അതിന്റെ വാല്യൂ 18.7 lakhs ആണ്. അപ്പോൾ ഈ 18.7 lakhs നമുക്ക് ഇന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഗോൾഡ് എത്ര പവനായിരിക്കും? 34 പവൻ നമുക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോഴും നമുക്കുള്ള ലോസ് എന്ന് പറയുന്നത് 66 പവനാണ്. നെക്സ്റ്റ് ഇൻസ്ട്രുമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റിനെയാണ്. ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ഞാൻ ആ 10 lakhs 2008 ഇൻവെസ്റ്റ് ചെയ്യുവാണ് എങ്കിൽ എനിക്ക് ഇന്ന് എത്തിക്കാൻ പറ്റുന്നത് ഓൾമോസ്റ്റ് 34 lakhs ആണ്. ഈ 34 lakhsന് ഇന്ന് ഞാൻ ഗോൾഡ് വാങ്ങിക്കുകയാണെങ്കിൽ എനിക്ക് 63 പവൻ വാങ്ങിക്കുന്നതിന് പറ്റും. അങ്ങനെയാണെങ്കിൽ എനിക്ക് നഷ്ടമാണ്. എനിക്ക് 37 പവനോളം എനിക്ക് നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. അതേസമയം അന്നത്തെ 10 ലക്ഷം രൂപയ്ക്ക് ഞാൻ ഗോൾഡ് വാങ്ങി വെക്കുന്നു. ഇന്നും ആ ഗോൾഡ് ഞാൻ വിറ്റിട്ട് വീണ്ടും ഗോൾഡ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അന്ന് വാങ്ങിച്ച 100 പവൻ ഇന്നും എനിക്ക് 100 പവൻ തന്നെ വാങ്ങിക്കാൻ പറ്റും. നോ ഗെയിൻ നോ ലോസ്. നെക്സ്റ്റ് ഇൻസ്ട്രുമെന്റ്, അതാണ് ഞങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യാനുള്ളത്. സോ ദാറ്റ് ഇസ് സെൻസെക്സ്. ഇന്ത്യയിലെ നമ്മുടെ ഷെയർ മാർക്കറ്റിന്റെ ഇൻഡിക്കേറ്റർ ആയ സെൻസെക്സിലാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരുന്നതെങ്കിൽ അന്ന് 10 lakhs ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ ഇന്ന് സെൻസെക്സിന്റെ വാല്യുവേഷൻ അനുസരിച്ച് എനിക്ക് എത്തിക്കാൻ പറ്റുന്നത് 1,13 ലക്ഷം രൂപയാണ്. ആ എമൗണ്ട് ഞാൻ ഇന്ന് ഗോൾഡ് വാങ്ങിക്കാൻ ഉപയോഗിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് 208 പവൻ വാങ്ങിക്കുന്നതിന് പറ്റും. ദാറ്റ് മീൻസ് എനിക്ക് അന്നത്തെ അപേക്ഷിച്ച് 108 പവനാണ് കൂടുതലായിട്ട് വാങ്ങിക്കാൻ പറ്റിയത്. ഒരു റൈറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഇൻഫ്ലേഷന് മുകളിൽ എനിക്ക് എത്ര റിട്ടേൺ തരുന്നു, എനിക്ക് എത്ര റിയൽ റിട്ടേൺ തരുന്നു എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് റിയൽ റിട്ടേൺ തന്ന ഒരേ ഒരു ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് സെൻസെക്സ് മാത്രമാണ്. 108 പവനാണ് എനിക്ക് കൂടുതലായി വാങ്ങാൻ കഴിഞ്ഞത്. സോ ലോങ് ടേം പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുമ്പോൾ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന ഒരേ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ഇക്വിറ്റി റിലേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. So please contact us to choose right investment option. Thank you. Thank you.